ആ നിഗൂഢതയിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്ന പലരുടെയും അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ്. അപ്പോൾ ഇത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം പുതിയൊരു രീതിയിലേക്ക് തിരിച്ചുവിടാനും തങ്ങൾക്ക് അനുകൂലമായ നിലവാരത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഊഷ്മാവിലുള്ള ഒരു ടെൻഷൻ പശ്ചിമേഷ്യയിൽ നിലനിർത്താനും വേണ്ടി അമേരിക്കയുടെ തന്നെ സൃഷ്ടിയാണ് ISIS എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ വിശ്വാസത്തിൽ ന്യായമുണ്ട്. ആ വിശ്വാസത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കാൻ എനിക്കൊരു നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തെളിവുകളൊന്നുമില്ലെങ്കിലും ആ വിശ്വാസത്തിൽ ന്യായമുണ്ട്. കാരണം കഴിഞ്ഞ 36 വർഷങ്ങളായി അമേരിക്ക പശ്ചിമേഷ്യയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം, പൊളിറ്റിക്കൽ ഗെയിം, അത് ഒരുപാട് കാപട്യങ്ങളും പരാജയങ്ങളും അടങ്ങിയ ഒരു ഗെയിമാണ്. പിന്നെ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ നവാസ് നിസാർ. ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ IS ലോകത്തിന് ഭീഷണിയാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ലോകത്തെല്ലായിടത്തും. പക്ഷേ ISനെ തകർക്കാനായി അമേരിക്ക അങ്ങോട്ട് നടത്തുന്ന നീക്കങ്ങളിൽ ആശങ്കപ്പെടുന്ന ആളുകളുമുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ അത് ആത്മാർത്ഥതയില്ലാത്തതാണ്, അവരുടെ തന്നെ സൃഷ്ടിയായ ISനെ നിഗ്രഹിക്കാനല്ല അവരുടെ നീക്കം എന്നതടക്കമുള്ള സംശയങ്ങളോടെയാണ് കാര്യങ്ങളെ പലരും കാണുന്നത്. എന്താണ് ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് പിന്നിൽ? അല്ല, ഇത് മനഃപൂർവ്വം അമേരിക്ക സൃഷ്ടിച്ച ഒരു സ്ഥിതിവിശേഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായും അവരതിന് പല കാരണങ്ങളാലും മറ്റ് സാഹചര്യം മൂലം ഒരുപക്ഷെ കാരണമായേക്കാം എന്ന് നമുക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ. കാരണം സിറിയയില് അവർക്ക് വേണ്ടി, അവിടുത്തെ കലാപകാരികൾക്ക് വേണ്ടി ബോംബ് ചെയ്യാൻ തയ്യാറായതായിരുന്നല്ലോ അമേരിക്ക ഒരു കാലഘട്ടത്തിൽ. അവരും സദ്ദാം ഹുസൈന്റെ ശത്രുക്കളുമൊക്കെയാണ്, സദ്ദാം ഹുസൈന്റെ സുഹൃത്തുക്കളുമൊക്കെയാണ് ഈ ISIS എന്ന് പറയുന്ന സംഘടന. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയാമെങ്കിലും അവര് ഇതിന് ഉത്തരവാദികളാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. അതുപോലെ അത് ഏത് യുദ്ധമുണ്ടാകുമ്പോഴും നമുക്ക് ആശങ്കകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ആശങ്കകൾ മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ അതിനെ അങ്ങനെ വിടാൻ അമേരിക്ക കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പ്രസിഡന്റ് ഒബാമ ഈ തീരുമാനമെടുത്തത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ നവാസ് നിസാർ, ഈ പുറത്തുള്ള രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ അമേരിക്കയ്ക്കകത്ത് സമീപകാലത്തുണ്ടായിരിക്കുന്ന ആഭ്യന്തര രാഷ്ട്രീയങ്ങൾ, ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏത് വിധത്തിലാകും ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങളെ ബാധിക്കുക? ഇല്ല, അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും സെനറ്റിലും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നേരിട്ട പരാജയം അതൊരു അപ്രതീക്ഷിതമോ അല്ലെങ്കിൽ നടക്കാത്തതോ അല്ല. അത് നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ എഴുതിയതുപോലെ 8 വർഷം പ്രസിഡൻ്റായിരുന്ന റീഗണും ബുഷും ഇത് നേരിട്ടിട്ടുണ്ട്. ക്ലിൻ്റൺ മാത്രമാണ് ഇത് 1998 അതിജീവിച്ചത്. അപ്പോൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുമായിരുന്നു. അമേരിക്കയുടെ അകത്ത് നടക്കുന്ന രാഷ്ട്രീയവുമായി ഇതിന് പ്രത്യേകിച്ചൊരു ബന്ധം ഉണ്ട്. അതായത് ഇതിനെ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്ന രീതിയിലുള്ളൊരു ബന്ധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ISIS പിന്നെ അമേരിക്കയുടെ സൃഷ്ടിയാണ് എന്ന് ഞാൻ ബോധപൂർവം പ്രപ്പോസ് ചെയ്യുന്നില്ല. പക്ഷെ അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഡബിൾ ഗെയിമുകൾ ISISന് സാധുതയേകുന്ന രീതിയിൽ, നിലനിൽപ്പേകുന്ന രീതിയിൽ ആയിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ടി.പി. സാറ് പറഞ്ഞതുപോലെ അമേരിക്കക്ക് അത് ഇട്ടുപോകാൻ പറ്റില്ല. നല്ലതിനാണെങ്കിലും ചീത്തയ്ക്കാണെങ്കിലും ഇത് അമേരിക്ക ചുമക്കേണ്ട ഭാരമാണ്. പക്ഷേ ലോകത്ത് ISIS ഒരു ഭീഷണിയാണ് എന്ന് വിശ്വസിക്കുന്നവർ കുറഞ്ഞു വരുന്നു എന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കൂടി തന്നെ വരികയാണ്. കാരണം ISIS വിത്ത് ഓൾ എന്ത് കാരണത്താലും ISIS അനഭിലഷണീയമാണ്. അത് മിഡിൽ ഈസ്റ്റിനോ പശ്ചിമേഷ്യക്കോ ഇനി ഇസ്ലാമിക സമുദായത്തിൻ്റെ ലോകത്തോ യാതൊന്നും തന്നെ അതുതന്നെയാണ് ശ്രീ നവാസ് നിസാർ. അമേരിക്കയുടെ IS ഭീഷണിയാണ് എന്ന് കരുതുന്ന ആളുകളുടെ എണ്ണം കൂടി വരിക തന്നെയാണ് എന്നാണ് ഞാനും ഉദ്ദേശിച്ചത്. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ISISനെതിരായ വിജയം
ഈ IS ലോകത്തിന് ഭീഷണിയാണ് എന്ന് കരുതുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. ലോകരാഷ്ട്രങ്ങളെല്ലാം ISനെതിരായ നിലപാടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു. അതിന് തകർക്കപ്പെടേണ്ട ആളുകളാണ് എന്ന ആഗ്രഹ ചിന്ത എല്ലാവർക്കും വരുന്നു. എന്നിട്ട് പോലും പക്ഷേ അമേരിക്കക്ക് ഈ നീക്കങ്ങളിലൂടെ അത് സാധിക്കുകയില്ല എന്ന നിലപാടാണ് ഒരുപക്ഷെ എല്ലാവർക്കും ഉള്ളത്. അമേരിക്കക്ക് അതൊരുപക്ഷെ സാധിച്ചേക്കില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? ഏത് വിധത്തിലാണ് ട്രൂപ്പുകളുടെ എണ്ണം കൂട്ടുമ്പോൾ പോലും അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയില്ല എന്ന തോന്നലിലേക്ക് ISIS ഭീഷണിയാണ് എന്ന് കാണുന്ന ആളുകൾ പോലും അങ്ങനെ കരുതാൻ ഇടയാകുന്ന സാഹചര്യം എന്താണ്? ഈ സദ്ദാം ഹുസൈനെ എടുത്തു കളഞ്ഞ അമേരിക്കക്കാണോ ISISനെ പരാജയപ്പെടുത്താൻ പറ്റാത്തത്? അമേരിക്കയെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ISIS ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റ് ആയിട്ടില്ല. രാജ്യാന്തര രാഷ്ട്രീയത്തിൽ നമ്മൾ പറയുന്നത് പോലെ ഒരു സ്റ്റേറ്റ് ആയിട്ടില്ല ISIS. അതൊരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക പ്രദേശത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സൈനിക ശക്തി മാത്രമാണ്. അവരൊരു സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥ ഏത് രീതിയിൽ വളർത്തിയെടുക്കും എന്ന് നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ അത് കൃത്യമായി അത് ഊഹിക്കാനോ അല്ലെങ്കിൽ പ്രവചിക്കാനോ കഴിയുന്ന ഹിൻറ്റുകൾ നമുക്ക് ISIS തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ അമേരിക്കക്ക് ഒരു ടെൻഷൻ നിലനിർത്തുക എന്നുള്ളതിൽ കവിഞ്ഞെന്തെങ്കിലും ലക്ഷ്യം ISISന് നിർമ്മാർജ്ജനം ചെയ്യുന്നതായോ, ഇപ്പോൾ താലിബാനെ തകർക്കാനും സദ്ദാം ഹുസൈനെ നിഷ്കാസനം ചെയ്യാനും അമേരിക്കക്ക് സാധിച്ചിട്ടുണ്ട് അവർ വേണമെന്ന് വിചാരിച്ചപ്പോൾ. അപ്പോൾ അതായത് ISISനെ തോൽപ്പിക്കാൻ അമേരിക്കക്കേ കഴിയൂ എന്ന് പറഞ്ഞ് അമേരിക്കയെ മഹത്വവൽക്കരിക്കാനും ISISനെ തകർക്കാൻ അമേരിക്കയെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും ഞാൻ തയ്യാറല്ല. എൻ്റെ അഭിപ്രായത്തിൽ ISISനെ കൈകാര്യം ചെയ്യേണ്ടത് ഒരു UNPKF ആണ്, UN പീസ് കീപ്പിംഗ് ഫോഴ്സാണ്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ താജ് ആലുവ, ഈ വ്യോമാക്രമണങ്ങൾ തുടരുന്നുണ്ട് ISനെതിരെ അമേരിക്ക. കൂടുതൽ പേരുടെ സഹകരണങ്ങൾ തേടുന്നുമുണ്ട്. ഇറാനോടടക്കം രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ളതല്ലാത്ത സഹകരണ സാധ്യതകൾ അവർ തേടുന്നുണ്ട് എന്നതാണ് വിവരങ്ങൾ. ഇപ്പോഴാണെങ്കിൽ ട്രൂപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ യഥാർത്ഥത്തിൽ IS എന്ന ലോക ഭീഷണിയെ തുരത്താൻ, ഇല്ലാതാക്കാൻ അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് കഴിയും എന്ന് നമ്മൾ കാണേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? അമേരിക്കയുടെ നീക്കങ്ങൾ വിജയിക്കുക എന്നത് ഒരർത്ഥത്തിൽ അവരുടെ ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ചർച്ച വന്ന ഒരു പശ്ചാത്തലം കൂടി വെച്ചിട്ട് വേണം അത് മനസ്സിലാക്കാൻ. അതായത് കൂടുതൽ സൈനികരെ അമേരിക്ക ഇറാഖിലേക്ക് അയക്കുന്നു. ഈ ISIS തകർക്കുന്നതിനുള്ള ശ്രമത്തിൽ അവർക്ക് പങ്കാളികളാകാൻ, അതായത് ഇറാഖി സൈനികരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറബ് സൈനികരെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി സൈനികവും, അതായത് പരിശീലനം നൽകുക, ഉപദേശം നൽകുക, വിദഗ്ധമായ ഒരു അത്തരത്തിലുള്ള ഒരു കൺസൾട്ടേഷൻ നൽകുക എന്ന ഒരു റോളിൽ മാത്രം അമേരിക്ക അവരുടെ സൈനിക സഹായത്തെ അവർ പരിമിതപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു അർത്ഥത്തിൽ അങ്ങനെ ഒരു ഇറാഖ് സൈനികരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ടുള്ള ആ ഒരു നീക്കം അമേരിക്കക്ക് എത്രമാത്രം ഗുണകരമാകും ഈ വിഷയത്തിൽ എന്നത് സംശയം ഉള്ള ഒരു സംഗതിയാണ്. അതേ സന്ദർഭത്തിൽ തന്നെ ഇറാനെ പോലുള്ള ഇറാനുമായിട്ട് രഹസ്യ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പിന്തുണ ഉറപ്പാക്കാൻ അമേരിക്ക നടത്തുന്ന ആ ശ്രമങ്ങൾ വളരെ വിശാലമായ അർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യാപരമായ ഒരു കളിയാണ് വാസ്തവത്തിൽ ഈ മധ്യപൂർവേഷ്യയിൽ മധ്യപൂർവ്വ ദേശത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഒരർത്ഥത്തിൽ ഇറാനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഈ പ്രചാരണങ്ങളൊക്കെയും ഇതുവരെ അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി ഒരു സൗഹൃദ രാഷ്ട്രത്തിന്റെ പദ്ധതിയിലേക്ക് ഇറാനെ അമേരിക്ക ഉയർത്തുകയാണോ, അതല്ല ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഒരു നയതന്ത്രപരമായ ഒരു സഹകരണമാണോ അമേരിക്കയോട് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ലാത്തടത്തോളം കാലം ഇതൊരു നിഗൂഢമായി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വാസ്തവത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ സൈനികമായും അവർക്ക് അന്തിമമായി അത് ദോഷം ചെയ്യും എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ശ്രീ TP ശ്രീനിവാസൻ, ഇത് ഇപ്പോൾ ISനെതിരായി എന്ന പേരിൽ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കക്ക് ദോഷമാണ് ചെയ്യുക എന്ന തോതിലുള്ള വിലയിരുത്തലുകളുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അതെനിക്ക് തോന്നുന്നില്ല. കാരണം അതിനൊക്കെയുള്ള ശക്തി അവർക്കുണ്ട്. ഇതൊരു ISIS ഒരു വലിയ ശക്തിയായി മാറുന്നതിന് മുമ്പ്, അവർ കൂടുതൽ പട്ടണങ്ങൾ പിടിക്കുന്നതിന് മുമ്പ്, ഇറാഖ് മുഴുവനായി തകർന്നു പോകുന്നതിന് മുമ്പ്
പ്രവർത്തിക്കണം എന്നാണ് ഇപ്പോൾ ഒബാമ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോഴത്തെ അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ തീരുമാനം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ എടുത്താകാനാണ് സാധ്യത. അദ്ദേഹത്തിന് ജയിക്കില്ല എന്നറിയാമായിരുന്നെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു മൂവ് എടുത്ത പ്രധാനമാണ്. പിന്നെ ഇറാന്റെ കാര്യത്തിൽ ഇന്ന് ഒരു പബ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അമേരിക്ക തന്നെ പറഞ്ഞിരിക്കുന്നു ഇറാൻ ഇതിനൊരു വലിയ സാധ്യതകളുണ്ട് എന്നും ഇത് ഇറാനുമായിട്ട് അവർ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്നെങ്കിലും ഇറാന്റെ പ്രാധാന്യം ഇതിൽ ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഒരു രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ ഫോറിൻ ഓഫീസിൽ നിന്ന്. അപ്പൊ അതിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരു പക്ഷേ ഇറാനുമായിട്ട് ഇപ്പോൾ ആണവ കാര്യങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആണവ വിഭവങ്ങൾ റഷ്യയിലേക്ക് കൊണ്ടുപോകാനുള്ള ആലോചനകൾ നടക്കുന്നു. അപ്പോൾ അവിടെ ഒരു തീരുമാനം ഉണ്ടാവുകയും ഇക്കാര്യത്തിൽ അവർ തമ്മിൽ സഹകരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയുടെ സ്ഥിതി കുറച്ച് മെച്ചപ്പെടാനാണ് ഈ ISISന്റെ കാര്യത്തിൽ വരാൻ പോകുന്നതെന്നൊരു സൂചന കൂടിയുണ്ട്. പക്ഷെ എന്തായാലും അമേരിക്ക തോൽക്കുന്ന പ്രശ്നം ഞാൻ കാണുന്നില്ല. കാരണം വേണ്ടി വന്നാൽ കൂടുതൽ സൈനികരാക്കാൻ തന്നെ അവർ തീരുമാനിക്കുമല്ലോ. ഒരു തവണ ബൂട്ട്സ് ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്മാറാൻ വലിയ വിഷമമാണ് വിജയിക്കാതെ. അപ്പൊ അതുകൊണ്ട് അമേരിക്കയിലെ ജനങ്ങൾ അതിന് സപ്പോർട്ട് പിന്താങ്ങുന്ന തരത്തിലാണുള്ള സ്ഥിതിവിശേഷമുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വിജയം വരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ശ്രീനിവാസൻ, ഈ മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയില്ലേ? അമേരിക്ക ഐക്യരാഷ്ട്രസഭാ പ്രമേയം ഇല്ലാതെയുള്ള അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങൾ, അതിനെ സഹകരിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് മടിക്കുന്നവരല്ലേ കൂടെയുള്ള ആളുകൾ? അത് അമേരിക്കക്ക് ഈ ബൂട്ട് ആ മണ്ണിലേക്ക് വെച്ചുപോയെങ്കിലും അത് അത്രക്ക് വിജയമാവുകയില്ല. പ്രത്യേകിച്ചും IS അതിൻ്റെതായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോഴും അവരുണ്ട് എന്നതുകൊണ്ട് പരാജയപ്പെടുക, പൂർണ്ണ വിജയമാവുകയില്ല എന്ന സാധ്യത തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്? അല്ല, റിസ്ക് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. എല്ലാ യുദ്ധത്തിലും റിസ്ക് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്രമാത്രം ഒരു എതിർപ്പ് അവർക്കെതിരായിട്ട് വരുന്നത് ആർക്കാണ് ഈ ISISൽ താല്പര്യമുള്ളത്? സൗദി അറേബ്യക്കോ? അല്ലാതെ മറ്റാർക്കും ഒന്നും വലിയ താല്പര്യമൊന്നുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പൊ ഇന്ത്യയെ തന്നെ എടുത്തോളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപകടമാണ്. പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെയും ബാധിക്കുമെന്നുള്ളതുകൊണ്ട് നമ്മളും യാതൊരു പ്രൊട്ടസ്റ്റും ചെയ്യാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ അതുപോലെയാണ് പല രാജ്യങ്ങളും ചെയ്യുന്നത്. സഹകരിച്ചില്ലെങ്കിൽ പോലും അവർക്ക് എതിരായിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സപ്പോർട്ട് കിട്ടാൻ പ്രയാസമാണ്. കാരണം ചൈന അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ യുദ്ധം ഇക്കാര്യത്തിൽ. അതുകൊണ്ടായിരിക്കും അത് അവർ ശ്രമിക്കാത്തത്. പക്ഷെ അതില്ലാതെയും അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇറാഖിലെ രണ്ടാമത്തെ യുദ്ധത്തിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹായമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോalition ഓഫ് ദ വില്ലിംഗ് എന്നുള്ള പേരിലായിരിക്കും ഒരു പക്ഷേ അവർ പ്രവർത്തിക്കുക. അതുകൊണ്ട് പരാജയപ്പെടണമെന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട്. ശ്രീ നവാസ് നിസാർ, ഈ ഇറാനുമായുള്ള തടക്കമുള്ള സംഭാഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നതാണല്ലോ ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ സഹകരണം, ISനെതിരായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സഹകരണങ്ങൾ തേടുന്ന നീക്കങ്ങൾ എത്രമേൽ വിജയമാകും? ഇറാൻ അടക്കമുള്ള ആളുകളുടെ സഹകരണം ലഭിക്കുകയാണെങ്കിൽ അത് ഏത് വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? IS